നിങ്ങളെല്ലാവരും ഒന്ന് നെട്ടാൻ വേണ്ടി പറയട്ടെ. ഞാൻ നെട്ടുവോ? നെട്ടണം, എന്നാലേ മാറ്റം വരുള്ളൂ. നിങ്ങളൊക്കെ ഒന്ന് ദ്വാ സമ്മേളനത്തിന് വന്ന ആൾക്കാരല്ലേ അല്ലേ? നമുക്ക് ആർക്കൊക്കെ ധൈര്യമുണ്ട്? കൈയൊക്കെ പൊന്തിച്ചാൽ വഷളാവും. അതുകൊണ്ട് ഞാൻ വഷളാക്കണ പണിയെടുക്കണില്ല. പലിശ വാങ്ങാത്ത മനുഷ്യന്മാരാരാന്നുള്ളത്. ബാങ്കിൽ ആധാരം കൊണ്ടുപോയി വെക്കാത്ത ആൾക്കാരാരുള്ളത്? അതല്ലെങ്കിൽ പൊന്ന് പണയപ്പെടുത്താത്ത ആരാളുള്ളത്? ആദ്യം ബാങ്ക്, പിന്നെ ആദ്യം ആധാരം വെക്കുക, പിന്നെ ബാങ്കിൽ പൊന്ന് കൊണ്ടുപോയി വെക്കുക, അതല്ലെങ്കിൽ വണ്ടി ലോണിന് അടവിനെടുക്കുക. ഇത് മൂന്നും ഇല്ലാത്ത ആളുകൾ എത്ര ആൾക്കാരുണ്ട്? പലിശ വാങ്ങൽ മോശാൻ. ഈ ആളെ വർത്താനം കേട്ടത് മൂന്നും പലിശ അല്ല, പലിശയല്ലേ ആണ്. അതിന് ചില ആൾക്കാരെ ഹലാലാക്കാൻ വേണ്ടി നുണയും പ്രചരിപ്പിക്കാം. വണ്ടി ലോണിനൊക്കെ വാങ്ങാം, അതിൽ ഹറാമൊന്നുമില്ല. അപൂർവം ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. തനി ഹറാമാണ് നമ്മുടെ നാട്ടിലെ ലോണ്, വണ്ടി, ഒരു സംശയവുമില്ല. അതിന് മസാല വേറുണ്ട്. ആ മസാല നമ്മളിവിടുത്തെ ബാങ്ക് ലോണ് ഒരിക്കലും യോജിപ്പിക്കാൻ കഴിയില്ല. എന്നിട്ട് ഇവിടുന്ന് വണ്ടി വാങ്ങിയ ചില വിദ്വാന്മാരോട് നിങ്ങളെ വണ്ടിക്ക് ലോൺ ഉണ്ടോ ചോദിച്ചു. അതിനൊക്കെ മസാല ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചിട്ടാണ് എടുത്തത്. അയാളെ ചിലപ്പോൾ ദിക്റാൽക്കൊക്കെ സ്റ്റേജ് മേൽ വായിക്കാൻ വരുന്നത്. വലിയ വണ്ടി വാങ്ങിയില്ല നിങ്ങൾ, നിങ്ങൾക്ക് ലോണില്ല വണ്ടിമേൽ, നിങ്ങളെങ്ങനെ ദ്വാരക്കാൻ പോലെ? ഒക്കെ മസാല ഉണ്ട്. എന്ത് മസാല? തോന്നിവാസം ചെയ്യാൻ മസാല ഉണ്ടാക്കിയേ. അല്ലാഹു ദുആ സ്വീകരിക്കൂല. പിന്നെ എന്തിനു പറ്റും നമ്മളെ? വണ്ടി ലോണിന് വാങ്ങാത്ത ആൾക്കാരാരുള്ളത്? ഫ്രഷ് വണ്ടി ലോണെടുത്ത് വാങ്ങാത്ത, അടവിട്ട് വാങ്ങാത്ത ആരാണുള്ളത്? അപ്പം നമ്മളോട് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ നീച്ചു പോകണം എന്ന് പറഞ്ഞാൽ 80% ആൾക്കാർ നീച്ചു പോകേണ്ടി വരും. അപ്പം തൽക്കാലം നീച്ചു പോകണ്ട. നിങ്ങൾ ഇന്ന് ഇവിടുന്ന് തീരുമാനിക്കുക, ഇന്ന് ഞാൻ വന്നതിനുള്ളൊരു ഉപകാരം. അടച്ചോനെ, ഞാൻ കുടുങ്ങിപ്പോയല്ലോ, ഇനിയിപ്പോൾ എന്താ കാട്ടുക? അള്ളാഹിനോട് കരയാ. അള്ളാഹ് ഗഫൂറും ഗഫാറും അഫുവും ഒക്കെയാണ്. അറിയാതെ പെട്ടത് ഇന്നത്തെ വയല് കേട്ടപ്പോഴാണ് എനിക്കിതിൻ്റെ ഗൗരവം മനസ്സിലായത്. പക്ഷേ ശരിയെന്നല്ല ഞാൻ പറഞ്ഞത്? തെറ്റൊന്നുമില്ലല്ലോ, ശരിയാണെന്ന് പറഞ്ഞു. ഞാൻ പറയാൻ എനിക്ക് ആ വിഷയത്തിൽ 100% ഞാൻ ആ വിഷയത്തിൽ സൂക്ഷിക്കാറുണ്ട്. പുതിയ വണ്ടി ഞാൻ വാങ്ങാറില്ല. പുതിയ വണ്ടി ഈ 15-20 ലക്ഷം ഉറുപ്പിൻ്റെ വണ്ടിയാകുമ്പോൾ ലോൺ എടുക്കാതെ വണ്ടി കിട്ടൂല. അപ്പം എന്താക്കും? ആരെങ്കിലും ഒരു കൊല്ലം 1.5 കൊല്ലം ഉപയോഗിച്ച് പൈസ ഒക്കെ തീർത്ത വണ്ടി ഉണ്ടാവും, അങ്ങോട്ട് വാങ്ങും. എന്നാ പിന്നെ ആ പ്രശ്നമില്ലല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വഅളുകൾ നല്ലോണം നടക്കുന്നു. ചില വഅളിൽ 10,000-കണക്കിന് ആളുകളാണ്, നേരിട്ടും അല്ലാതെയും. അതെന്തോ ഒരു ചില ആസ്വാദനമായി പോകാൻ. വഅളിന് കൂടിയിട്ട് കുറച്ച് സമയം പോക്കിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവണ്ടേ? മുഅ്മിനാണോ പറഞ്ഞാൽ ഉപകാരം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. നമ്മളായി പെട്ടണോ? മാറേണ്ടതുണ്ട്. ഞാൻ ഈ വിഷയം ഗൗരവമായി പറയാൻ കാരണം, പലിശമ കൂടാൻ കാരണം, നമ്മുടെ അടുത്തൊക്കെ വന്ന് സങ്കടം പറയുന്ന മനുഷ്യന്മാർ, ഒരു ദിവസം ചികിത്സയും തേടി വരുന്ന മനുഷ്യന്മാർ രോഗികളല്ല, സാമ്പത്തിക ദുരിതങ്ങളുടെ കഥകളാണ് പലർക്കും പറയാനുള്ളത്. ആദ്യം തന്നെ വിഷമം വന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലോൺ എടുത്തില്ലെന്ന് ചോദിച്ചാൽ അപ്പം ഇങ്ങനെ അന്തം വിട്ടിക്കും. പടച്ചോനെ, മൂപ്പരും മറഞ്ഞ കാര്യമൊക്കെ പറയണ്ടല്ലോ. എന്ത് മറഞ്ഞ കാര്യം പറയാനാ? ഒരു മറയാനുമില്ല. അള്ളാഹു ഗഫൂറാണ്, ഗഫാറാണ്, ഒരുപാട് വിശേഷണങ്ങൾ. റഹ്മാനാണ്, റഹീമാണ്. അല്ലാഹ് എന്തെങ്കിലും ഇടങ്ങറുണ്ടാക്കും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിന് കിട്ടുക നമുക്ക്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. കയ്യിലിരിപ്പിന്റെ മോശം കൊണ്ട് കിട്ടുക നമുക്ക്. എന്നിട്ട് പടച്ചോനെ, ഇജ്ജിന്നോട് എന്ത് കളിയാ കളിച്ചത്, ഇജ്ജിന്നെന്ത് കാട്ടലാ കാട്ടിയത്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നമ്മൾ ചെയ്യുന്ന ഒന്നും തെറ്റല്ല. ഉമ്മമാര്, സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം. പറയാനുള്ളതൊക്കെ പറയും, ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. കിട്ടാനുള്ളത് കിട്ടുമ്പോൾ ആകെ അടങ്ങറാവുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ സ്വഭാവവും വ്യക്തിത്വവും സമ്പത്തും അള്ളാഹു നന്നാക്കി തരട്ടെ.
അതുകൊണ്ട് കേട്ടതിന് മാറ്റം വരുത്തണം. സങ്കടം വരും ഉസ്താദെ, കോടികൾ കടത്തിലാണ്, ലക്ഷങ്ങൾ കടത്തിലാണ്. ഇനിയിപ്പോൾ എന്താ നിങ്ങളുടെ അടുത്തുള്ളത്? എൻ്റെ അടുത്തൊരു 10 സെൻറ്റ് സ്ഥലം പെരയുണ്ട്, എന്നാൽ അതോട് വിറ്റൂടെ? അതിമേൽ 40 ലക്ഷം ബാങ്കിലാണ്. എന്ന് തുടങ്ങിയതാ ഘട്ടകാലം. അത് ഒരു ബിസിനസ്സിന് വേണ്ടി ബാങ്കിൽ കൊണ്ടുപോയി ആധാരം വെച്ചതാ. അന്ന് തുടങ്ങിയതാ ഉസ്താദെ ഘട്ടകാലം പെരുന്നാളും. അല്ല പറഞ്ഞില്ല എന്നോട് പറയരുത്, പ്രശ്നം വന്നാൽ ബാങ്ക് മാനേജറെ തേടി പോകാൻ പരിഹാരത്തിന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, പ്രശ്നം വന്നാലും ഒന്ന് മടവൂരിലേക്കോ, അതല്ലെങ്കിൽ പൊന്നാനിയിലേക്കോ, അതല്ലെങ്കിൽ ഉള്ളാളത്തേക്കോ, അതല്ലെങ്കിൽ ഏർവാടിയിലേക്കൊക്കെ ഒന്ന് പോയാൽ നമുക്ക് ദ്വാരന്നിട്ടൊരു ഒരു മനസ്സിനൊരു ഹൗഫ് കിട്ടുന്നില്ല. ഔലിയാക്കന്മാരടുത്ത് മഹാന്മാരടുത്ത് പോയിട്ട് അവിടെ നിന്നൊരു യാസീൻ ഓതിയിട്ട് കരഞ്ഞ അള്ളഹാനോട് പറയാ, ആ സവിധത്തിനെ നല്ല സ്വീകരിക്കും. എത്ര ആളുകൾക്ക് ദുനിയാവിൽ പ്രത്യക്ഷത്തിൽ ഉത്തരം കിട്ടിയ അനുഭവങ്ങളുണ്ട്. ഖുർആനിൽ തന്നെയല്ലേ സുപ്രയിൽ അള്ളാഹു ഭക്ഷണം ഇറക്കി കൊടുത്തത്. അപ്പൊ നമ്മൾ ചോദിക്കുക, ചില ആൾക്കാർ ചോദിക്കുക, ഇനി കടം വീടാൻ ഉസ്താദ് ദിക്റും സലാത്തും ചൊല്ലി കുത്തിരിക്കുക, അല്ലെങ്കിൽ എൻ്റെ ആവശ്യം നടക്കുക, മോളെ കെട്ടിക്കാൻ ഞാൻ ഇങ്ങനെ അൽക്കഫ് ഓതി കുത്തിരിക്കുക, നാരിയോ സലാത്തും ചൊല്ലി കുത്തിരിക്കുക, എന്തോന്ന് കാട്ടണ്ടേ? അപ്പം ആധാരം കൊണ്ടേ കൊടുത്ത് അതിങ്ങനെ അള്ള പൈസ ഇറക്കി തരുമോന്ന്? അള്ള ഇറക്കി തരും. എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചുപോയി, അള്ളാഹു ആഖിറം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അയാളുടെ മകളെ കല്യാണം, മൂത്ത മോളെ കെട്ടിയത് എൻ്റെ സദസ്സിൽ വരുന്ന ചെറുപ്പക്കാരനാണ്. അതിൻ്റെ ആ മകളെ കെട്ടിക്കുന്നതിൻ്റെ സമയത്തുള്ള കല്യാണത്തിൻ്റെ അവസ്ഥ അന്ന് ഈ മനുഷ്യനുണ്ട്. കല്യാണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് ഇയാൾ കൊലായിൽ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. നല്ലൊരു SYS കാരനാണ്, നല്ലൊരു തക്കവുള്ള SYS കാരനാണ്. അയാൾ കിഡ്നി രോഗിയാണ്. ആരടുത്തും പോകാനോ പറയാനോ ആഫിയത്തില്ലാതെ അങ്ങനെ കുത്തിരിക്കുക. എൻ്റെ മോളെ കല്യാണം ഉറപ്പിച്ചണല്ലോ പഠിച്ചോനെ, എന്താപ്പോൾ കാട്ടാൻ നിനക്കായി? താടിക്ക് കയ്യും കൊടുത്ത് കൊലായിലിരിക്കുക. കല്യാണത്തിൻ്റെ ഒരാഴ്ച ഈ ഡ്രസ്സ് എടുത്തിട്ടില്ല, പൊന്നു വാങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആൾക്കാരൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇയാളെ പെണ്ണുങ്ങൾ, എന്താപ്പം നിങ്ങളിങ്ങനെ കുത്തിരിക്കുന്നത്? പൊന്നും ഡ്രസ്സൊക്കെ വാങ്ങണ്ടേ? അപ്പോൾ എന്താപ്പം ഇനി ചെയ്യുക? അപ്പോൾ മൂപ്പരളിയൻ ആരോ പറഞ്ഞല്ലോ, ഒരു കാര്യം ചെയ്യും, തരൻ അള്ള തന്നല്ലോ, അപ്പോൾ അതിൻ്റെ ആധാരം തൽക്കാലം കൊണ്ടുവച്ചിട്ട് 2 ലക്ഷം 3 ലക്ഷം തോനൊന്നും വാങ്ങണ്ട, 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ വാങ്ങിയാൽ തൽക്കാലം നമ്മളെ കാര്യം നടക്കും. നിങ്ങൾ അളിയ അങ്ങനെ ചെയ്തോളിയും. തൽക്കാലം അങ്ങനെ ഒരു തോന്നിയാസം ചെയ്തിട്ട് ഞാൻ എൻ്റെ മോളെ കെട്ടിക്കൂല, അള്ള എന്തെങ്കിലും വഴി തരും എന്നും പറഞ്ഞിട്ട് അയാൾ സിയാറത്തിനിറങ്ങിയെന്നാണ്. അയാൾ പോയത് മടവൂരിലേക്കാണെന്നാണ്. അയാളോട് പോയി നല്ലോണം വേർന്നു കരഞ്ഞ് തിരിച്ചു പോന്നു. എൻ്റെ മുമ്പിൽ ഒരു മാർഗമില്ല, രോഗിയാണ്, കിഡ്നി രോഗിയാണ് അയാൾ. അയാൾ വീട്ടിൽ വന്ന് വീണ്ടും ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ അന്നും അതിൻ്റെ മുമ്പൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ. അളിയൻ വന്നിട്ട് ചോദിച്ചു, അളിയ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇരുന്നാലിപ്പോൾ കാര്യം ബേജാറാണല്ലോ, 1 ലക്ഷം 2 ലക്ഷത്തെ അളിയൻ കൊണ്ടുപോയി കൊടുത്താലോ? നിങ്ങൾ ടെൻഷൻ, സുഖമില്ലാത്ത ആളാണല്ലോ, കൂടുതൽ ടെൻഷൻ ആവണ്ട, ഈ 2 ലക്ഷം ബേജാറൊന്നുമില്ല, കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് 2 ലക്ഷം കൊടുത്ത് തൽക്കാലം മോക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാ സിയാറത്തിന് പോയി അള്ളാനെ പേടിച്ചതിന് അള്ളാഹു ഒരു വഴി കാണിച്ചു. തെരഞ്ഞു പോയിട്ടൊന്നുമില്ല. രണ്ടാമത് അയൽവാസി വന്നിട്ട്, എന്താ നിങ്ങളിങ്ങനെ കുത്തി, എന്തൊക്കെയായി ഡ്രസ്സ്? ഒന്നും വാങ്ങിയില്ല, ഇൻഷാ അള്ളാഹ് വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ എടുത്തുകൊടുത്തുന്ന ഒരു സംഖ്യ. തൽക്കാലം നിങ്ങൾ കല്യാണത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ, എന്നിട്ട് നമുക്ക് പൈസക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇയാളെ കല്യാണം ഭംഗിയായി കഴിഞ്ഞു. കൊടുക്കാനുള്ള കടങ്ങളൊക്കെ കൊടുക്കാനുള്ള കിട്ടിയത് കൊടുത്തു. കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അയാൾ മരിച്ചും ചെയ്തു. രണ്ടാമത്തെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. അയാൾ മരിച്ചതിൻ്റെ ശേഷം അയാൾ അന്ന് കെട്ടിയ പുതിയാപ്പിള വന്നിട്ട് ഉസ്താദേ, അന്നിപ്പോൾ മൂപ്പരുണ്ടായിനി, ഇനിയിപ്പോൾ എന്താവും അറിയില്ല, അളച്ചിൻ്റെ കല്യാണമൊക്കെ എല്ലാം കൂടെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ബേജാറാവണ്ട. അയാൾ ആരാന്നറിയോ? അയാൾ വല്ലാത്തൊരു മനുഷ്യനാണ്. അയാൾ അത്രയും മുഖ്ലിസാണ്, ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന് മാത്രമല്ല, നമ്മളെ പ്രസ്ഥാനം ശരിക്കും മനസ്സിൽ ഉൾക്കൊണ്ട മനുഷ്യനാണ്. പേരിൽ ഇവിടെ ഇങ്ങനെ എഴുതി ഒട്ടിച്ചുകൊണ്ട് കാര്യമില്ല, പൊടി പേരിൽ പിടിച്ചുകൊണ്ട് കാര്യമില്ല. അയാൾ ശരിക്കും നിങ്ങളെ കല്യാണത്തിൻ്റെ അന്ന് അയാൾ ഈമാന് വെട്ടിത്തെളിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് അതിനുള്ള വെളിച്ചമുള്ള കാണിച്ചു കൊടുത്തു. അവധി എത്തിയപ്പോൾ അയാൾ പോയിട്ടുണ്ട്. നിങ്ങൾ നോക്കേണ്ടി, ബേജാറാവണ്ട, ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ എത്തിയ കുട്ടിയാണ് ആ കുട്ടി, വാപ്പല്ലാത്തൊരു കുട്ടിയാണ്. കല്യാണം സുന്ദരമായി നടക്കും, പൈസ ബാക്കിയായിക്കോളും, നിങ്ങൾ പേടിക്കണ്ടാവും. അങ്ങനത്തെ ഒരു നല്ല വാപ്പൻ്റെ മോളെ കല്യാണം അള്ളാഹ് വെറുതാക്കുമോ?
ഇന്നലെ മിനിയാന്ന് കഴിഞ്ഞ ആഴ്ചയിലെ ബദറിന്റെ സദസ്സിൽ വന്നിട്ട് ആ ചെറുപ്പക്കാരൻ പുതിയാപ്പളനോട് മൂക്കത്ത് വിരലിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ പൈസ ബാക്കിയായി. മൂപ്പര് ഖബറിലാണ്. മൂപ്പർക്ക് ഒരു അധ്വാനവും ഇല്ല. കല്യാണത്തിന്റെ സദസ്സിൽ നിക്കാഹിന്റെ സദസ്സിലൊക്കെ മൂപ്പർക്ക് ഫാത്തിഹ ഇങ്ങനെ കിട്ടുകയാണ്, ദുആ ഇങ്ങനെ കിട്ടുകയാണ്. മനുഷ്യന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ സത്യം പറയട്ടോ, പൈസ ബാക്കിയായി. ആരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ. ഈമാൻ ഉണ്ടായത് കൊണ്ടാണ് പിടിച്ചുന്നത്. ഇല്ലെങ്കിൽ ചോദിക്കും, ഇങ്ങനെ ദ്വാരന്നിട്ട് ഇങ്ങനെ കുത്തിന്നാ മതി, എല്ലാവരും പോയി വാങ്ങേണ്ടി വരില്ലേ, നിങ്ങൾക്ക് തൊള്ളോണ്ട് പറഞ്ഞാൽ മതി. ചില ആൾക്കാർ പറയണ. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുത്തുമോമിനീങ്ങളോട് പറയാ, തവക്കൽതു അലല്ലാഹ് എന്ന്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളാണ് ഈ രൂപത്തിൽ ക്ലാസ്സിൽ സദസ്സിൽ സ്ഥിരം ഉണ്ടാകുന്ന ആളുകൾക്ക് കൊടുത്ത് സന്തോഷങ്ങൾ. ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ പോയി, ഫക്കീറായ ചെറുപ്പക്കാരൻ വീട്ടിൽ കൂടാൻ വിളിച്ചു. പോയി നോക്കിയപ്പോൾ അത്യാവശ്യ രൂപത്തിൽ ഒരു പണി കഴിച്ചൊരു വീട്. ഞാൻ ചോദിച്ചു, മോനെ കടണ്ടോ ചോദിച്ചു. ഉസ്താദേ അൽഹംദുലില്ലാ ₹1 കടല്ല. താമസിക്കാൻ പറ്റിയ കോലത്തിൽ, ആർഭാടങ്ങളും ഇല്ല, വലിയ ഒന്നുമില്ല, കിടക്കാൻ പറ്റിയ സൗകര്യത്തിൽ, മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ. ഇതും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അള്ളാഹു സഹായിച്ചു. എങ്ങനെ സഹായിച്ചു വെച്ച് ഞാൻ, കാരണം ഓൻ അന്നാന്ന് മീനെടുത്തിട്ട് വിറ്റിട്ട് കിട്ടുന്ന ₹500 കൊണ്ട് കുടുംബം പോറ്റി പോണവനാ. എങ്ങനെ അള്ളാഹ് സഹായിച്ചു? ഇത് പഠിക്കാനാണ്. നിങ്ങളെ പോലത്തെ മോമിനീങ്ങളെ കിട്ടുമ്പോൾ ഇത് പറഞ്ഞുതരാൻ വേണ്ടിയാണ്. എങ്ങനെ അള്ളാഹ് സഹായിച്ചു ചോദിച്ചു. ഒരു വീടാവാൻ കുറച്ച് പണിയില്ലേ? അള്ളാഹ് സഹായിച്ചു പറഞ്ഞാൽ ബദർ മൗലിദിൽ വന്നപ്പോൾ ഇങ്ങനെ കിട്ടിയ പ്രസംഗം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരുന്നു അപ്പോഴൊക്കെ ഉള്ള ദുആണ്. ഒരു പെരണ്ടാക്കണം, 5 പൈസ പലിശന്റെ പൈസ തൊടൂല. അങ്ങനെയൊക്കെ പെര കിട്ടിയാൽ മതി. അപ്പൊ എങ്ങനെ കിട്ടി? ₹500 ഉണ്ടാവില്ലല്ലോ. ഉസ്താദേ കുറ്റി അടിച്ചത് മുതൽ ഇങ്ങനെ ഓരോരുത്തർ 5000, 10,000 ഒക്കെ ഇങ്ങനെ കണ്ടറിഞ്ഞി തന്നു. ഞാൻ ആരോടും ചോദിക്കാൻ പോയി. എല്ലാവർക്കും അറിയാ ഇയാള് സാധുവാണ്. എങ്ങനെ അറിയാ? അള്ളാഹു ഉള്ളവന്റെ ഹൃദയത്തിൽ കിട്ടുകൊടുത്ത് പാവാണ്. ഈ എന്താ കൊണ്ടേ കൊടുത്തേക്ക്. അങ്ങനെ ഈ പെരപ്പണി കഴിയുന്നവരെ പലരും 5ഉം 10ഉം സഹായിച്ച് അൽഹംദുലില്ലാ കേറിക്കിടക്കാൻ തറവാട്ടിൽ സൗകര്യമില്ല. ഇപ്പൊ എനിക്കുണ്ട് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും കിടക്കാൻ പറ്റും. ഇനി എനിക്കൊന്നും വേണ്ട. ഞങ്ങൾ നോക്കി കോണിക്കൂട്ട് പോയിട്ട് പഠിച്ചവന് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ഈ സാധുവിൻ്റെ അവസ്ഥ. കോണിക്കൂട്ടിൽ നല്ല മുളങ്ങനെ കീറിയിട്ട്, മറ്റേ അടക്കൻ്റെ കവുങ്ങും കീറിയിട്ട് 4-5 ഇങ്ങനെ അടുത്തടുത്ത് വെച്ചിട്ട് നല്ല ഷീറ്റുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഒന്ന് മാറ്റണ്ടേ? പഠിച്ചോ, ഞാനിതും പ്രതീക്ഷിച്ചില്ലേനു ഉസ്താദ്. എങ്ങനെ മറിച്ചിട്ടൊരു പെരണ്ടാക്കേണ്ട ഒരു പൈസ ഇല്ലാത്ത ഞാനെന്ന് വിചാരിച്ചു. വാർപ്പിട്ട് കോണിക്കൂട്ടിലല്ലേ ഷീറ്റിട്ടുള്ളൂ, ഒരു പ്രശ്നമില്ല. വാതിൽ മുന്നിലും പിന്നിലും ഉണ്ട്. ജനലൊക്കെ സിമെന്റിന്റെ വെച്ചാണ്. ഇനി ഇതിനുള്ളിൽ ആരും പാഞ്ഞു കയറും. മഴക്കാലം വരുമ്പല്ലേ, അപ്പം ഞാൻ ഒരു ഷീറ്റ് ഇങ്ങനെ പുറത്ത് പാറലടിക്കാക്കാൻ ഞാൻ അടിക്കും. എന്തൊരു നല്ല മനസ്സ് എനിക്കുണ്ടോ മനസ്സ്. ഈ വളരെ ഞങ്ങളോട് വെളുപ്പാ നടപ്പിലാക്കാൻ കുറച്ച് കഷ്ടപ്പാടും നമുക്കും ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ വന്ന മിനിങ്ങളോട് പറയാം, ഈ സംഘാടകരും ഈ മദ്രസ പ്രസ്ഥാനമൊക്കെ ആഗ്രഹിച്ചത് ഒരു നല്ല കൗമിനെ വളർത്തുക എന്നുള്ളതാണ്. അള്ളാഹു ഈ സദസ്സുകൊണ്ട് അത് അള്ളാഹു വാസ്തവമാക്കി തരുമാറാവട്ടെ. ₹1 ഇവിടുന്ന് അങ്ങോട്ട് ഒരാളും പലിശ വാങ്ങരുത്. റൂഹ് പോവുകയാണെങ്കിലും പലിശ വാങ്ങരുത്. വാങ്ങിയോൽ എന്ത് ചെയ്യണം? തല വിറ്റിട്ടെങ്കിലും പലിശ അടക്കണം, ഒഴിവാക്കണം. തല വിറ്റ ജീവിക്കാൻ കഴിയോ? അതന്നെ, പിന്നെ തല ഉണ്ടായിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും വിറ്റ് സലാമത്താവണം. ഇനി ശപഥം ചെയ്യുക, പടച്ചോനെ അറിയാതെ സംഭവിച്ചു പോയതാണ്, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. സബ്ഉൽ മുബിഖാത്താണ്, പ്രശ്നമാണ്. തൗബ ചെയ്താൽ പോലും എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു നമ്മളെ തെറ്റുകൾ പുറത്തു വരട്ടെ. അവരുടെ ദുആ അള്ളാഹു സ്വീകരിക്കൂല. അപ്പൊ നമുക്ക് എന്താക്കാം? അങ്ങനെ ഈ കൂട്ടത്തിൽ പെട്ടവരെ അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. ഏതെങ്കിലും ഒരാൾ ആമീൻ അള്ളാഹ് സ്വീകരിച്ച അയാൾ രക്ഷപ്പെടും. രണ്ടാമത്തെ ഒന്നും കൂടെ പറയട്ടെ, ദുആ സ്വീകരിക്കാത്തൊരു കൗമ് കുടുംബം തെറ്റിയ ആൾക്കാർ. ഇതാണെന്ന് നമ്മളെ കൗമിന്റെ കൂട്ടത്തിൽ കൂടുതലും. ബാപ്പനോട് തെറ്റില്, ഉമ്മനോട് തെറ്റില്, അമ്മോശനോട് തെറ്റില്, അമ്മായിമ്മനോട് തെറ്റില്, ആങ്ങള പെങ്ങള് ഏട്ടൻ അഞ്ചൻ തെറ്റിയോലെ ദുആ അള്ളാഹ് സ്വീകരിക്കൂല. ആരൊക്കെ തെറ്റിയിട്ടുണ്ടോ ഇപ്പം പോയി നന്നാവണം.
നാളെ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എത്ര എത്ര ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ് മരിച്ചു എന്ന് കേൾക്കുന്നത്. ഗൾഫിലേക്ക് പോയി. ഇപ്പം എന്നോട് കഴിഞ്ഞ ആഴ്ച ഒരാൾ വിളിച്ചു, ഉസ്താദെ ഗൾഫിക്ക് പോയി മരിക്കാനായിട്ട് പോയ മാതിരി ചെറുപ്പക്കാരൻ അവിടെ പോയി ജോലി കയറിയില്ല, അവിടെ പോയി ഇറങ്ങി ജോലി കയറാൻ പോകുമ്പോഴത്തേനും മരിച്ചുപോയി. ഞാൻ ചെന്താ രോഗം ഉണ്ടെന്നു. എന്ത് രോഗം ഉസ്താദെ? കരിമ്പ് പോലത്തെ ചങ്ങായി, ജീവിതത്തിൽ ഗുളിക പോലും തൊടാത്ത ചെറുപ്പക്കാരൻ അവിടെ എത്തി. എന്താ കേസ്? അറ്റാക്ക്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. പലിശയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ, മിഹ്റാബിൽ പോലും മയ്യത്ത് കിടത്താൻ പോലും നമ്മളെ മയ്യത്തിന് യോഗ്യത കിട്ടുമോ? ആരാണ് നമ്മളെ പലിശ വീട്ടുക? ഇനി പലിശ എന്ത് മാത്രമല്ല, ആളെ പറ്റിച്ചാലൊക്കെ പെട്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു തന്നതിൽ നിന്ന് അള്ള പൊരുത്തപ്പെട്ട വഴിയിൽ ധാരാളം കൊടുക്കാനുള്ള ഇസ്സത്ത് അള്ളാഹു നൽകട്ടെ. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന മദ്രസ അൽഹംദുലില്ലാഹ് വളരെ സെറ്റപ്പോടുകൂടെ, വളരെ ശ്രദ്ധിച്ചുകൊണ്ട്, വളരെ സൂക്ഷിച്ചുകൊണ്ട് ധർമ്മവീതിയിൽ ശക്തമായ രൂപത്തിൽ മദ്രസ പ്രസ്ഥാനത്തെ ഈ മഹല്ലിലെ പ്രധാനപ്പെട്ട ആളുകൾ നേതൃത്വം നൽകി കൊണ്ടുപോകുന്നു. അള്ളാഹു അവർക്ക് ബർക്കത്ത് നൽകട്ടെ. ഗൾഫിലുള്ള നമ്മളെ സുഹൃത്തുക്കളടക്കം അതിൽ വലിയ ഭാഗ്യമാണ്. അള്ളാഹു അവരുടെ പ്രവാസ ജീവിതത്തിൽ റഹ്മത്ത് നൽകട്ടെ. എല്ലാ പ്രവാസികൾക്കും അള്ളാഹു സമാധാനം നൽകട്ടെ. മദ്രസയിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അള്ളാഹു നന്മ പ്രദാനം ചെയ്യട്ടെ. എല്ലാ അനാചാരത്തിൽ നിന്നും അനീതിയിൽ നിന്നും നമ്മളെ കൗമിനെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഈ സദസ്സ് നമ്മളെ മരിച്ചുപോയവർക്ക് ഇവിടെ മണ്ണറകൾ പൂർണ്ണ പ്രകാശമുള്ള മണിയറകളാക്കി, പൂർണ്ണ സന്തോഷങ്ങളുള്ള സ്വർഗീയ അനുഭൂതിയുള്ള മണിയറകളാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒന്നും പറയില്ല, ഇയാളെ തലമ്പാലില്ല, ഒന്നും പറയില്ല എന്നാണ് ഇത്രയും പറഞ്ഞു പോയി. ഇന്നലെ നിങ്ങളെ സദസ്സിന്ന് ഒരാളും എഴുന്നേൽക്കുന്നത് കാണുന്നില്ല. നിങ്ങളെല്ലാവരും എൻ്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കുകയാണ്. പിന്നെ ഞാൻ പറയാതൊക്കെയോ? നല്ല മനുഷ്യന്മാരെ കിട്ടി ആരാ വർത്താനം പറയാക്കുക? നിങ്ങളോട് വർത്താനം പറഞ്ഞ ഞാനും കൂടെ കഴിച്ചിലാവുന്നുള്ള നിലക്ക് അറിയാതെ നീണ്ടുപോയി. ക്ഷമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഏതായാലും പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ കൃത്യമായി സൂക്ഷിച്ച് ജീവിതം നന്നാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വളരെ റാഹത്തോടുകൂടെ ഈ മദ്രസ പ്രസ്ഥാനത്തെ, നമ്മുടെ മഹല്ലിൽ നടക്കുന്ന വലിയ ദർസിനെ ഒക്കെ ഞാൻ അന്വേഷിച്ചു പറഞ്ഞ സമയം കൊണ്ട്. അതൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രദേശം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും സഹായിച്ചും കൊണ്ടുപോകുന്നു എന്ന് കേട്ടപ്പോൾ അതാ പറഞ്ഞു, ഞാൻ വെറുതെ ഡയലോഗ് അടിച്ചല്ല, നിങ്ങളെ പറഞ്ഞ് നീക്കാൻ തോന്നുന്നില്ല. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ തൗഫീഖും നമ്മളെ ഭാവി തലമുറക്കും കൂടെ അള്ളാഹു നൽകുമാറാവട്ടെ. സെക്കൻഡറി മദ്രസ അപ്പോൾ +2 വരെ ഉണ്ട്. അൽഹംദുലില്ലാഹ് നമ്മളെ കുട്ടികൾ ഒരു പരിധി വരെ രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് ആയില്ലട്ടോ, +2 ആകുമ്പോഴേക്കൊക്കെ ബിരുദം കിട്ടിയെന്നാരും കരുതരുത്. നമ്മളെ മക്കൾ നന്നാവണമെങ്കിൽ അതിന് മുകളിലേക്ക് പോകണം. നിങ്ങളെ നാട്ടിലെ 2 കുട്ടികളിൻ്റെ ദർശനം പഠിക്കുന്നുണ്ട്. നല്ല കുട്ടികളാണ്. നല്ല കുട്ടികളെല്ലാവരും കൂടി നിങ്ങൾ വിടുവിലാച്ചിട്ട് പറയുന്നല്ല. അൽഹംദുലില്ലാഹ് ധാരാളം മക്കളെ നിങ്ങൾ മുതഅല്ലിമീങ്ങളാക്കി മാറ്റണം. നാടിനും ദീനിനും കുടുംബത്തിനും ഉപകാരമുള്ളവരാക്കി. മക്കൾ നന്നായി നമുക്ക് മാത്രമല്ല ഉപകാരം, നമുക്ക് ഉപകാരമാണ്, നമ്മളെ നാട്ടിലുപകാരമാണ്, നമ്മളെ കുടുംബത്തിലുപകാരമാണ്, ഈ പ്രസ്ഥാനത്തിനും ഉപകാരമാണ്. അള്ളാഹു അങ്ങനെ ഉപകാരമുള്ള മക്കളാക്കി അള്ളാഹു നമ്മളെ മക്കളെ, നമ്മളെ ശിഷ്യന്മാരൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ, അള്ളാഹു മാറ്റിത്തരട്ടെ. കുരുത്തം കെട്ട അദബുകേടുള്ള ളുൽമ് ചെയ്യുന്ന ഒന്നിനെയും നമുക്ക് അള്ളാഹു മക്കളാക്കിയോ ബന്ധങ്ങളാക്കിയോ തരാതിരിക്കട്ടെ. അങ്ങനെ കുടുങ്ങിപ്പോയ എത്രയോ നമ്മളെ പ്രിയപ്പെട്ടവരുണ്ട്. അള്ളാഹുവർക്ക് അവരെ മക്കളെ നന്നാക്കി കൊടുക്കട്ടെ. മക്കളില്ലാത്തവരുണ്ട്, അള്ളാഹുവർക്ക് നല്ല മക്കളെ കൊടുക്കട്ടെ. നമ്മൾ വന്നപ്പോൾ നല്ല ഭക്ഷണമൊക്കെ തന്ന് സ്വീകരിച്ച വീട്ടുകാരൻ അള്ളാഹുവർക്ക് വലിയ ഖൈർ നൽകട്ടെ. അവരുടെ മരിച്ചുപോയവർക്ക് വലിയ സന്തോഷം നൽകട്ടെ. അവരുടെ മകൻ അള്ളാഹു ഇൽമിൻ്റെ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.